അന്തരിച്ച മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ തിക്താനുഭവം ഉണ്ടായെന്നും എതിർമുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1975 രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ, അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ കെ എം മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ആത്മകഥ എഴുതുമ്പോൾ കെ എം മാണി ശ്രദ്ധിച്ചിരുന്നുവെന്ന് ജോസ് കെ മാണി പറഞ്ഞു. എം ജി പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? എന്താണ് ജോസ് കെ മാണി പറഞ്ഞത്? വേണു, കെ എം മാണിയുടെ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പുറത്ത് ഇറക്കിയത്. ഇതിൽ പ്രധാനമായും ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ ആത്മകഥ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ മാണിക്ക് തിക്ത അനുഭവം ഉണ്ടായെന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. എതിർ മുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് മാണിക്ക് നേരിടേണ്ടി വന്നത്. മുന്നണി ബന്ധങ്ങൾ എങ്ങനെ ആകരുതെന്ന് ഈ ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിന്റെയും ഒപ്പം വൈര്യ നിര്യാതന സമീപനം ഉയർന്നു വന്നതിന്റെയും ഈ ദൃഷ്ടാന്തങ്ങൾ അടക്കം ആത്മകഥയിൽ അവതരിപ്പിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ UDF നേതാക്കളെ തന്നെ ഉന്നമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ UDF നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്ന ചില പരാമർശങ്ങൾ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ പുസ്തക പ്രകാശനം നടത്തിക്കൊണ്ട് പറഞ്ഞത്. മാത്രമല്ല, ഇതിനുശേഷം സംസാരിച്ച ജോസ് കെ മാണി അടക്കം വലിയ വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ വസ്തുതകൾ മാത്രമാണ് ഈ ആത്മകഥയിൽ ഉള്ളതെന്നും ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല മാണി സാർ എന്നും ഈ ആത്മകഥ എഴുതുമ്പോൾ അത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും ജോസ് കെ മാണി ശരി, എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.